അപ്പോൾ നമ്മൾ ഐ10ൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈറ്റ് വണ്ടി റെഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിരുന്നു. ഫുള്ള് നമ്മൾ പക്കാക്കി ചെയ്തിട്ടുണ്ട്. ഫുള്ള് അത്യാവശ്യം പുറമേ കാണുന്ന ബോഡി പീസ് മാറ്റ് പീസൊക്കെ ഫുള്ള് ഊരിയിട്ടാണ് നമ്മൾ റെഡിക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അത് അതേപോലെ തന്നെ നമ്മൾ മാറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെയിൻ്റ് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല കോട്ടിങ് കയറിയാൽ തന്നെ റെഡ് നല്ല പക്കായിട്ട് ക്ലിയറായിട്ട് കാണുള്ളൂ. അത്യാവശ്യം നല്ല പെയിൻറ്റിങ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഫുൾ പോളിഷും ചെയ്തിട്ടുണ്ട്. വണ്ടി വൈറ്റിൽ നിന്ന് റെഡിലേക്ക് മാറിയപ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം കാണാൻ നല്ല ലുക്ക് തന്നെ ഉണ്ട്. നമ്മൾ ഇൻറ്റീരിയർ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ നോബ് ക്രിസ്റ്റൽ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതേമാതിരി നല്ല HD ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻജിൻ റൂമൊക്കെ നമ്മൾ പക്കായിട്ടാണ് പോളിഷ് ചെയ്താണ്ട് ക്ലിയർ ആക്കിയിട്ടുള്ളത്. ഇതാണ് വണ്ടീൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. അത്യാവശ്യം റെഡ് ആയതുകൊണ്ട് വണ്ടി കാണാൻ തന്നെ അത്യാവശ്യം നല്ല ലുക്കാണ്. ഇപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും ഇനി വണ്ടി കളർ ചേഞ്ചിങ്ങോ അങ്ങനത്തെ കാര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക. കേൾട്ടൺ ഹോം ഗാരേജാണ് നമ്മുടെ